ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇതിന്ന് ജൂൺ 5 വ്യാഴാഴ്ച രാവിലെ എടുത്ത ചെറിയ വീഡിയോ ആണേ. അപ്ലോഡ് ആകുമ്പോഴത്തേന് വൈകിട്ടാവും, എന്നാലും ഞാൻ ഡേറ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. രാവിലെ ഇന്ന് നമ്മൾക്ക് കാപ്പിക്ക് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. ഇളയ മോള് തലേന്ന് തന്നെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നാളെ സ്കൂളിൽ കൊണ്ട് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും മതിയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ തന്നെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറി തന്നെ ഉണ്ടാക്കാമെന്ന്. ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ച് ഗ്രീൻ പീസ് കറി തയ്യാറാക്കുകയാണ്. കുക്കറിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയും ഇട്ട് അതും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കുതിർത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചേ. അരപ്പ് തയ്യാറാക്കാവേ. ഞാനൊരു അരമുറി തേങ്ങയുടെ മൊത്തം എടുത്തിട്ടില്ല, ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വെന്തിരിക്കുന്ന നമ്മുടെ കുക്കറിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. കുറേ ദിവസം കൊണ്ടേ മഴയല്ലായിരുന്നു. നമുക്കത് വെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ പീച്ചി വേവാനും പറ്റുണ്ടേ. പിന്നെ ഇന്ന് രണ്ടുപേരും കൊണ്ടുപോകുന്നത് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും തന്നെയാണ്. സ്നാക്സിന് ഇന്ന് അച്ചപ്പവുമാണ്. ഫ്രൂട്ട്സ് ഒന്നും രണ്ടുപേർക്കും കൊണ്ടുപോകാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് കൂടുതലും നമ്മൾ കണക്ക് കുറുപ്പ് ഐറ്റംസൊക്കെയാണ് മേടിക്കുന്നത്. മിച്ചറും ചിപ്സും പക്കാവടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണ് കൂടുതലും ഇഷ്ടവും കേട്ടോ. ഞാനിവരെ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷമാണ് ഉച്ചക്കത്തേനുള്ള കറിക്കൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ. ഇന്നത്തേന് നമുക്ക് ചോറുണ്ട്, ഇന്നലെ വെച്ച ചോറ് ഇരിപ്പുണ്ട്. കറി വെച്ചാൽ മാത്രം മതി. നമുക്ക് ഇവിടുന്ന് സ്കൂളിൽ പോയിട്ട് വരാൻ ഒരു 15 മിനിറ്റോളം മതി കേട്ടോ. ഇച്ചാനുണ്ടായിരുന്നെങ്കിൽ ഇച്ചാൻ തന്നെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ കുറേ ആൾക്കാരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.